വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ നമ്മളിന്ന് ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ ഷോപ്പിംഗ് ചെയ്ത സാധന സാമഗ്രികൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആൻഡ് ഷോപ്പിംഗ് എന്തിൻ്റെ ആയിരുന്നു എന്ന് വെച്ചാൽ ഐ ആം ഗോയിങ് ടു എറണാകുളം ഫോർ മൈ സ്റ്റഡീസ്. അപ്പോൾ HR കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് പോകുന്നത്. തിങ്കളാഴ്ച മുതൽ എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, May 11th. അപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്ര കാലം നമ്മൾ ഹോസ്റ്റലിലൊന്നും നിന്ന് പഠിക്കാണ്ട് വീട്ടിൽ നിന്ന് വീടിൻ്റെ 2 സ്റ്റോപ്പ് അപ്പുറത്തുള്ള കോളേജിൽ പഠിച്ചിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ അങ്ങനെ ഒന്നും വാങ്ങേണ്ടി വരാത്തത് കൊണ്ട് ഇങ്ങനത്തെ ഒരു പാർട്ട് ഭയങ്കര കഠിനമായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് ലോട്ട് ഓഫ് മണി ഹാസ് സ്പെൻറ്റ്. ഒരു 6000 രൂപയുടെ അടുത്ത് എൻ്റെ പൊട്ടി. കാരണം ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഗൈസ്, ഇത്രയും ചിലവുള്ളൊരു പരിപാടിയാണ്. ചിലവുള്ള പരിപാടി തന്നെ നമ്മൾ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം. ഇതിപ്പോൾ ഞാൻ പോകുന്ന ഹോസ്റ്റലിൽ ബെഡ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ബെഡ് വാങ്ങേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ബെഡ് വാങ്ങണം. ബെഡ്ഷീറ്റ് ഓൾറെഡി വാങ്ങി. ഇപ്പോൾ ബെഡ്ഷീറ്റ്, സിംഗിൾ ബെഡ്ഷീറ്റ് മേടിക്കണം, അതുപോലെ പില്ലോ മേടിക്കണം, പില്ലോ കവർ മേടിക്കണം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ അതെല്ലാം വാങ്ങിച്ച് ഇന്ന് ഞാൻ അതൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പെറുക്കി പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പാക്കിംഗ് വീഡിയോ വേറെ ദിവസം ചെയ്യാൻ, ഇന്ന് തന്നെ ഞാൻ പാക്ക് ചെയ്യുന്നില്ല. എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള, ഇന്നലെ ഞാൻ കുന്നോളത്ത് പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു, ഇന്ന് ചാവക്കാടും പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു, നാളെ ഗുരുവായൂർ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അറൗണ്ട് 6000 റുപ്പീസ് പൊടിഞ്ഞു ഗൈസ്. എൻ്റെ അമ്മയ്ക്ക് വല്ല അറ്റാക്ക് വന്നിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ ഹോസ്റ്റൽ ഫീസ്, പിന്നെ കോഴ്സിൻ്റെ ഫീസ് എല്ലാം കൂടി നല്ല സുഖമുണ്ട്. പിന്നെ ഞാൻ കോഴ്സിന് പോകുന്നത്, അഡ്മിഷൻ എടുത്തിട്ടുള്ളത് IMS യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. രാവിലെ 6:30 മുതൽ 8:30 വരെയാണ് ക്ലാസ് വരുന്നുള്ളൂ. പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാനൊരു 1 മന്തിൻ്റെ ഉള്ളിൽ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ വാട്ട് എവർ, നമുക്ക് ഇന്ന് നമ്മുടെ ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങിച്ച പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കാണാം ഗൈസ്. സോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നു. സിംഗിൾ ബോട്ടിലായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കോംബോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നാശമായിപ്പോയി. കുറേ കാലം യൂസ് ചെയ്തു. അതുകൊണ്ട് പിന്നെ അത് ഒക്കെ വേണ്ടാന്ന് വെച്ചു. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് വാങ്ങിച്ചതാണ്. എനിക്ക് വേറെ ഞാൻ ജിമ്മിന് പോകുമ്പോൾ യൂസ് ചെയ്ത് തരുന്നൊരു ബോട്ടിലുണ്ട്. ഇതിപ്പോൾ അമ്മയ്ക്ക് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട് 99. ഇതിപ്പോൾ ഞങ്ങൾ ചാവക്കാട് കേരള ഗിഫ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന ഷോപ്പാണ്. അവിടെ ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെയാണ്. സോ ഈ ഒരു ബോട്ടിൽ വാങ്ങി. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു ബെഡ്ഷീറ്റ്, ഇതൊരു ബെഡ്ഷീറ്റ്, ഇതൊരു ബെഡ്ഷീറ്റ്, ഇതൊരു ബെഡ്ഷീറ്റ്. അങ്ങനെ 4 ബെഡ്ഷീറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടുപോകുന്നില്ല, 2 എണ്ണം കൊണ്ടുപോകും. പിന്നെ ഞാൻ അടുത്ത ആഴ്ച ആകുമ്പോൾ എന്തായാലും ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് തിരിച്ച് വരും. ഗൈസ്, ഞാൻ കരയുവാണോ? പോകുമ്പോൾ എന്തായാലും കരയായിരിക്കും. 5 ദിവസം ഇങ്ങനെ നമ്മളങ്ങനെ അധികം വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ടും എറണാകുളത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ബെഡ്ഷീറ്റുകൾ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിയത് ടർക്കി. ഞാൻ മറ്റേ തോർത്താണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ചേഞ്ചിനൊരു വലിയ ടർക്കി വാങ്ങി ഗൈസ്. പിങ്ക് കളർ. ഗേൾസ് ആർ ഓൾസോ റിലേറ്റഡ് ടു പിങ്ക് കളർ. പിന്നെ ഈ ഒരു ടർക്കി, ഇത് ജിമ്മിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ടർക്കിയാണ്. ഇതിൻ്റെ വേറെ ഒരെണ്ണമുണ്ട്. പക്ഷെ ഞാനിതൊരു ഞാനങ്ങനെ ഫേസ് വേറെ തുണി കൊണ്ട് തുടയ്ക്കാം എന്ന് കരുതി. നമ്മൾ സ്കിൻ കെയറും കൂടി നോക്കണം അല്ലേ. പിന്നെ ഞാൻ ഒരു സൗസർ വാങ്ങി, ഒരു കുഞ്ഞു സൗസർ. കേരള വസ്ത്രാലയത്തിൽ നൈറ്റ് വെയർസിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. എനിക്ക് ഈ ഒരു സൗസർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ക്യൂട്ട് ബ്ലൂ കളർ. പിന്നെ ഇപ്പോൾ നമ്മുടെ മാക്സി ഡ്രസ്സുകളുണ്ടല്ലോ, കൊറിയൻ ലുക്കിൽ വരുന്നത്. ഞാൻ ഇന്നലെ ഇട്ടോക്കിയ കാരണം അടി മറിച്ച് പോയി. ഇന്നലെയാണ് ഇതൊക്കെ വാങ്ങിയത് പോയിട്ട്. കേരള വസ്ത്രാലയത്തിൽ നിന്ന് ഞാൻ ഇന്നലെയാണ് തുണി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചത്. ഇത് കണ്ടു ഇവിടെ ഇങ്ങനെ കുഞ്ഞിഞ്ഞൊറിയൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു സാധനം വാങ്ങി. ഇവിടെ അമ്മയുണ്ട്. അമ്മ നോക്കുക അവൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ ഇപ്പോഴല്ല, സത്യം പറഞ്ഞാൽ ചൂട് കാരണം രാത്രി ഭയങ്കര ചൂടാകുമ്പോൾ ഞാനിങ്ങനെ അത്രയും
നൈസായിട്ടുള്ള ക്ലോത്ത് വരെ യൂസ് ചെയ്യുക. പുതപ്പ് എന്ന് പറഞ്ഞ സാധനം അടുപ്പിക്കില്ല. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോയാൽ മഴക്കാലമാണ് ഗൈസ്, അപ്പോൾ തണുക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ കൊണ്ടുപോകില്ല ഇത് ചിലപ്പോൾ എൻ്റെ അടുത്ത പ്രാവശ്യമൊക്കെ പോകുമ്പോഴായിരിക്കും ഞാൻ ഈ ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുപോവുക. നല്ല സോഫ്റ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റാണ്. ഇത് വാങ്ങി വരണം. ഇതിന് 300 സംതിങ് എന്തോണ്ട് ഉണ്ട് കേട്ടോ. ഒരു ഡബിൾ ഫാമിലി കോട്ട് ബെഡിനൊക്കെ പറ്റിയ ഒരു. പിന്നെ നമ്മൾ വാങ്ങിയത് ഇന്നർ വെയേഴ്സ് ആണ്. ഇന്നർ വെയേഴ്സ് ഞാനിങ്ങനെ കുന്നോളത്ത് ഇന്നർ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇന്നർ വെയേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നൈറ്റ് വെയേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അവിടെ നമ്മുടെ മറ്റേ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ബ്രാ, അതൊക്കെ ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഓൺലൈനിൽ നിന്നാണ് അതൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളത്. എൻ്റെ ബ്ലൗസുകളൊക്കെ ബാക്ക്ലെസ് ആയിട്ടുള്ള ബ്ലൗസുകളായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനത്തെ ബ്രാ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മറ്റേ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു ഇവിടെ കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും. ആ സാധനം ഞാൻ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. പക്ഷെ നമുക്ക് ഓൺലൈനിൽ പെട്ടെന്ന് ഒരു അവസരത്തിൽ വാങ്ങാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിൽ നിന്നും ഈ സാധനം ഇപ്പോൾ അവൈലബിൾ അല്ല തോന്നുന്നു. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കിട്ടുന്ന ഷോപ്പിലൊക്കെ ഇപ്പോൾ അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ മറ്റേ ഇൻവിസിബിൾ സ്ട്രാപ്പ് മാത്രമായിട്ട് ഇങ്ങനെ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ചെന്നിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ. അപ്പോൾ ഞാനൊരു ഇന്നർ വെയർ ടീൻസ് ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഇന്നർ വെയർ വാങ്ങിച്ചു. ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 525 ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രായാണ്. അങ്ങനെ അത് വാങ്ങി. പിന്നെ എവരിഡേയുടെ വാങ്ങിയിട്ടുണ്ട്. ഇതിനും അറൗണ്ട് ഒരു 500ൻ്റെ ഇതിന് 419. ഞാൻ കൂടുതലും പൈസ പൊട്ടിച്ചത് ഇന്നർ വെയറിലാണ്. ഇത് 2 വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു പ്രോഡക്റ്റിന് 500-400 ഒക്കെ ഉണ്ട്. പക്ഷെ അതിനനുസരിച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. നല്ല പാഡഡ് ബ്രായാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പില്ലോ കവർ വാങ്ങി 2. പില്ലോ ശരിക്കും ഞാൻ പറഞ്ഞാൽ പില്ലോ ബക്കറ്റൊക്കെ നമുക്ക് അവിടെ പോയിട്ടാണ് വാങ്ങാനുള്ളത്. അപ്പോൾ അതൊക്കെ പിന്നെ അവിടെ നേന്തി വെച്ച് കൊണ്ടുപോകണ്ടല്ലോ. ഇങ്ങനത്തെ ഈ ട്രോളിയിലൊക്കെ കൊള്ളുന്ന സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 പില്ലോ കവർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ പോയിട്ട് ചാവക്കാട് കേരള ഗിഫ്റ്റ് ഹൗസിൽ നിന്ന് പിന്നെ ഡെയിലി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ആദ്യം തന്നെ നമ്മൾ ലോണ്ടറി വാഷ്, നമുക്ക് എന്തായാലും അവിടെ പോയി ഉരിപ്പിഴിയുക അങ്ങനത്തെ പരിപാടിയൊക്കെ പറ്റുള്ളൂ. പിന്നെ അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അതുപോലെ കിച്ചൺ യൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അപ്പോൾ ഫുഡ് ഞാൻ എന്തായാലും പുറത്തുനിന്നായിരിക്കും കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ചിലപ്പോൾ ഞാനിപ്പോൾ നേന്ത്രപ്പഴം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും. ഉച്ചയ്ക്ക് നമ്മൾ കഞ്ഞി കുടിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഫുഡ് അങ്ങനെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. PG ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സെപ്പറേറ്റ് മാറിയിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്കതൊക്കെ കൊണ്ടുപോകാം, പാത്രം കൊണ്ടുപോകാൻ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ അവിടെ വാഷിംഗ് മെഷീൻ ചിലപ്പോൾ യൂസ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യണത് നമുക്ക് അപ്പം തന്നെ ഉരുപ്പിഴിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എന്താ പറയുക സൗണ്ട് ഉണ്ടോ ഗായ്സ്, ഈ ഒരു സാധനം വാങ്ങിച്ചു. ഇത് കൊണ്ടുപോകാൻ എളുപ്പത്തിന്, ഇതിലും വലുത് ഞാൻ നോക്കിയത്, പക്ഷെ കൊണ്ടുപോകാൻ എളുപ്പത്തിന് എനിക്ക് ഇതായിരിക്കും നല്ലത്. 99 rupees. പിന്നെ നമ്മൾ വാങ്ങിയത് ഇതാണ് കേട്ടോ, വിസ്പറിൻ്റെ ഒരു ബോക്സ്. ഞാൻ ഈ വിസ്പറിൻ്റെ ബ്ലാക്ക്, പച്ച, പിങ്ക് അതൊക്കെ യൂസ് ചെയ്യുക. കാരണം നല്ല എന്താ പറയുക നല്ല തിന്നായിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര നീളം ഉണ്ടായിരിക്കും, നല്ല ലെങ്ത് ഉണ്ടായിരിക്കും. എനിക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടാകുന്നത് കാരണം ഈ ഒരു സാധനം വേണം. ഇപ്പോൾ ഞാനൊരു 1 month ആയിട്ട് യൂസ് ചെയ്യണത് കപ്പാണ്. എന്നാലും ഞാൻ പാഡ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കംഫർട്ടബിളായിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഡേ ഒക്കെ ആയിരിക്കുമ്പോൾ കംഫർട്ടബിളായിട്ട് എനിക്ക് കൂടുതലും കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ഇതായിരിക്കും. ഓവർഫ്ലോ ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് കപ്പാണ് കേട്ടോ. സത്യമായിട്ട് ഞാൻ കപ്പ് യൂസ് ചെയ്ത കാരണം ഇപ്പോൾ ഞാൻ കപ്പ് യൂസ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം ഉള്ളതെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ എക്സ്ട്രാ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ വീനസിൻ്റെ ഷേവിങ്ങിൻ്റെ ഒരു സാധനം, പിന്നെ പേസ്റ്റ് കോൾഗേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷ് വാങ്ങി. ടങ് ക്ലീനർ മറ്റേ സാധനമായിരുന്നു, വേറൊരു തരം ടങ് ക്ലീനർ ഇപ്പോഴത്തെ പുതിയ സാധനം ഇങ്ങനെ വേറെ, അത് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. അപ്പോൾ ഞാൻ ടങ് ക്ലീനർ വേറെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഷവർ ജെല്ല്, സോപ്പിനേക്കാളും നമുക്ക് ഞങ്ങളുടെ ഒരു റൂമിൽ 6 പേരാണുള്ളത്. അപ്പോൾ നമുക്ക് സോപ്പിനേക്കാളും നല്ലത് ഷവർ ജെല്ലല്ലേ. ഷവർ ജെല്ലും അതിൻ്റെ കൂടെ ഈ സാധനമുണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു, ലൂഫ ഉണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ഫേസ് വാഷാണ്. ഞാൻ കുറേ കാലമായിട്ട് ഫേസ് വാഷും അതുപോലെ തന്നെ നമ്മുടെ മോയ്സ്ചറൈസർ അല്ല, സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് എൻ്റെ ഫേസിനെ പറ്റിയ ഒരു മോയ്സ്ചറൈസർ ഞാൻ കണ്ടുപിടിച്ചത്, പോൺസിൻ്റെ മോയ്സ്ചറൈസർ.
പക്ഷേ ഇന്ന് ഞാൻ പുറത്ത് പോയപ്പോൾ ഐ ബോട്ട് ഫേസ് വാഷ്, അതും ഫോക്സ് ടെയിലിൻ്റെ. എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്, ഞാൻ അവളായിട്ടാണ് ഷോപ്പിങ്ങിന് പോയത്. അപ്പോൾ ഞാൻ ഫോക്സ് ടെയിലിൻ്റെ ഈ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചു. ഓയിൽ ആൻഡ് ആക്നെ കൺട്രോൾ ഫേസ് വാഷാണ്. ഇതിൽ 2% സാലിസിലിക് ആസിഡും നയസിനമൈഡും അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫേസ് വാഷിൽ സോറി ഗൈസ്, എൻ്റെ ഒരു ഇതിൽ മോയ്സ്ചറൈസറിൽ, മറ്റേ പോൺസിൻ്റെ മോയ്സ്ചറൈസറിൽ ഹൈലറോണിക് ആസിഡാണുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫോക്സ് ടെയിലിൽ ഇത് എനിക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന്. ഞാനിങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തരുന്ന സമയത്തൊക്കെ എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്നിരുന്നു. ഇപ്പം ഞാനിതൊക്കെ ക്യൂർ ചെയ്ത കാരണം എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ മാത്രമാണ് 2-3 പിമ്പിൾസ് ഇങ്ങനെ വരലുള്ളൂ. അപ്പോൾ എനിക്ക് പേടി, പുതിയൊരു പ്രോഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ട്രൈ ചെയ്യാൻ, എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു, ഞാനിങ്ങനെ ഇപ്പം എന്തായാലും ബോഡി വാഷാണ് കൊണ്ടുപോകണത്. അപ്പോൾ ബോഡി വാഷ് ഇനിയിപ്പോൾ ഫേസിൽ ഇടണോ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഐ വിൽ ഷെയർ ദാറ്റ് വിത്ത് യു. പിന്നെന്താ പറയാൻ വന്നത്, നമ്മൾ സോപ്പിൻ്റെ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട്. ഇതിൽ ചിലപ്പോൾ ഞാൻ കൊണ്ടുപോകും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് പച്ചയാണ് ഗൈസ്. ഞാൻ ചിലപ്പോൾ സോപ്പ് കൊണ്ടുപോകും. അതല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സാധനം ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഫോക്സ് ടെയിലിൻ്റെ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ സ്കിന്നും ഓയിലി സ്കിന്നാണ്, പക്ഷെ അവൾ യൂസ് ചെയ്യുന്നത് വേറെ ഫോക്സ് ടെയിലിൻ്റെ വൈറ്റമിൻ സിയും വേറെ എന്തോ വരുന്നൊരു ഫേസ് വാഷാണ് യൂസ് ചെയ്യണത്. അവൾക്ക് അത് നല്ലതാണ്, പക്ഷേ എനിക്ക് വൈറ്റമിൻ സി അലർജിക്കാണ്. വൈറ്റമിൻ സി യൂസ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സിറോ അങ്ങനെ എന്തോ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കത് ഫേസിന് പറ്റിയില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എനിക്ക് വൈറ്റമിൻ സി ഒരിക്കലും എന്താ പറയുക, വൈറ്റമിൻ സി ആഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഹൈലറോണിക് ആസിഡ് ആഡ് ആയിട്ടുള്ള ഫേസ് വാഷ് വാങ്ങിച്ചത്. ഫേസ് വാഷ് അതാണ് വാങ്ങിയത്. പിന്നെ ഞാനിപ്പോൾ പൊട്ടിച്ച് പോയി ഇതിന് ബഡ്സിൻ്റെ ഇത് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ബഡ്സ് വാങ്ങിയ ഒരു ബഡ്സ് ഫ്രീ. അങ്ങനെ ഇവിടെ കുറേ കോംബോ ഉണ്ട് കേട്ടോ, ഈ ഷോപ്പിൽ കുറേ കോംബോ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബഡ്സിൻ്റെ പാക്കറ്റ് വാങ്ങി. പിന്നെ ഒരു യാഡ്ലിയുടെ ലണ്ടൻ റോസ് റോൾ-ഓൺ. ഞാൻ റോൾ-ഓൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ റോൾ-ഓൺ കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങി. പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ മോയ്സ്ചറൈസർ. ഞാനത് റീസ്റ്റോക്ക് ചെയ്തതാണ്, മറ്റേത് കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു ചെറുത് വേറെ ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം വാങ്ങി. ഇതിലാണ് ഞാൻ പറഞ്ഞ ഒരു ഇത് കാണാനില്ലല്ലോ, ഇത് സൂപ്പർ ലൈറ്റ് ജെല്ലാണ് കേട്ടോ. ഇത് സംഭവം ഇതാണ് ഹൈലറോണിക് ആസിഡ് ആഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. നമ്മൾ വാങ്ങിച്ചത് 2 നോട്ട്ബുക്ക്. എനിക്ക് അവിടെ ചെന്നാൽ എങ്ങനെയാണ് ബുക്സിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് 2 നോട്ട്ബുക്സ് മാത്രം വാങ്ങിയിട്ടുണ്ട്. പിന്നെ പൂട്ടും താക്കോലും വാങ്ങിയിട്ടുണ്ട്. പൂട്ടും താക്കോലും വാങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കർ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ലോക്കർ പൂട്ടാനും അതുപോലെ തന്നെ എൻ്റെ ഈ മറ്റേ ട്രോളിക്ക് ഇങ്ങനെ ലോക്കില്ലാത്ത ട്രോളിയാണ്. ജസ്റ്റ് സിബ് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞു, അതിൽ ലോക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതും ലോക്ക് ചെയ്യാനും ജോലിക്കും ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ എന്തായാലും അത് കൂട്ടിയിട്ട് തന്നെ പോകുള്ളൂ. എത്രയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളവിടെ കമ്പനി ആയാലും മേ ബി ഹോസ്റ്റൽസ് ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണെങ്കിലും മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ ഇതിൽ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഒരു കീയും ലോക്കും ഞാൻ ഇതിനും വാങ്ങി, പെട്ടിക്കും വാങ്ങി, ഒരെണ്ണം ലോക്കറിനും വാങ്ങി. അങ്ങനെ 2 പൂട്ടും താക്കോലും വാങ്ങിച്ചു. പിന്നെ വൈപ്സ്, ബേബി വൈപ്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ എന്താ പറയുക, വലിയ മറ്റേ ഏതിൻ്റെയാണ് ഞാൻ വാങ്ങാറെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പ്രിയങ്ക ഗുരുവായൂർ ഫാൻസി ഷോപ്പിൽ നിന്നും അല്ലാത്ത ഫാൻസി ഷോപ്പിൽ നിന്നൊക്കെ അങ്ങനത്തെ വേറെ വൈപ്സാണ് വാങ്ങാറ്. പക്ഷെ ഞാൻ VKRൽ പോയപ്പോൾ ഒരു ബേബി വൈപ്സ് വാങ്ങി. ഇതിൽ അത്യാവശ്യം ഉണ്ട്, ഒരു 72 വൈപ്സോളം ഉണ്ട്. പിന്നെ വാങ്ങിയത് ഫേഷ്യൽ ടിഷ്യൂ ആണ്, അതായത് പോക്കറ്റ് ടിഷ്യൂ. ഇത് ഞാൻ ടവൽ യൂസ് ചെയ്യാത്ത ആളാണ് ഞാൻ, പക്ഷെ ഞാൻ പെട്ടെന്ന് വയർക്കും. ഇപ്പം നല്ല ചൂടല്ലേ, അപ്പം എനിക്ക് പെട്ടെന്ന് വയർക്കണ കാരണം ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാനിങ്ങനെ 2 എണ്ണം വീതമൊക്കെ ഇങ്ങനെ മേടിക്കില്ല പതിവ്. പക്ഷെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കോംബോ ആയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് പോലെ നമുക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ട്, ഇതിൽ 10-20 എണ്ണം ഉണ്ട്. 20 എന്താ പറയുക പാക്കറ്റ് വരുന്നുണ്ട്. ഇതിങ്ങനെ വാങ്ങി. ഇന്ന് ഞാൻ ചിലപ്പോൾ ഒരു 3-4 എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കോംബോ ആയിട്ട് വാങ്ങി. അവിടെ അങ്ങനെ കോംബോ ആയിട്ട് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി. പിന്നെ നമ്മൾ വാങ്ങിയത് കുറച്ച് ഫുഡ് ഐറ്റംസ് പറഞ്ഞാൽ അങ്ങനെയല്ല. രാവിലെ ഞാൻ ക്ലാസ് എനിക്ക് 6:30-ക്കാണ്.
അപ്പം എന്തായാലും നമ്മളൊരു 5:30 എഴുന്നേറ്റിട്ട് വേഗം ക്ലാസ് തൊട്ടടുത്ത് തന്നെയാണ് ഉണ്ടാവുക, എന്നാലും ഒരു 5:30 എഴുന്നേറ്റിട്ട് വേഗം പോകണമല്ലോ. അപ്പോൾ ആ സമയത്ത് എന്തായാലും നമ്മൾ ക്ലാസ്സിൽ പോയിരുന്നാൽ നമുക്ക് വിശക്കാൻ തുടങ്ങും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഡേറ്റ്സും നട്ട്സും കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ കുന്നോളത്തുള്ള കോമളയിൽ ഈ ഒരു ഡേറ്റ്സിൻ്റെ ഒരു പാക്കറ്റ് 1/2 kg വാങ്ങി. എനിക്ക് തോന്നുന്നു ഇതൊരു 700-ൻ്റെ ആണ്. ഞാൻ 1/2 kg വാങ്ങി. പിന്നെ പ്ലെയിൻ കാഷ്യൂ വാങ്ങി ഒരു 1/4 കിലോ വാങ്ങിയത്. പിന്നെ ബദാം അവിടെ ആകെ 100 ഗ്രാം 120 ഗ്രാം കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മെയിൻ സാധനം പീനട്ട് ബട്ടർ. ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പീനട്ട് ബട്ടറും അതുപോലെ തന്നെ ബ്രെഡും. അപ്പോൾ ബ്രെഡ് എന്തായാലും ഇവിടുന്ന് ഞാൻ ഗീയിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് അതിൽ പീനട്ട് ബട്ടറും അതുപോലെ തന്നെ പഴം വാട്ടിയത് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാറുള്ളത്. പക്ഷേ പഴം വാട്ടാനും പറ്റില്ല, നമുക്കവിടെ കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം എക്സ്ട്രാ. അങ്ങനെ പഴം വാട്ടാനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് നേന്ത്രപ്പഴം നട്ട്സൊക്കെ കഴിച്ചിട്ട് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിയത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയപ്പോൾ അറൗണ്ട് 6000 rupees ആയി. സത്യമായിട്ടും നമ്മൾ ഒരു ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഇത്രയും, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കാൻ പോകുമ്പോൾ നമുക്ക് പുറത്ത് പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഇത്രയും ചിലവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇന്നാണ് ഗൈസ്. കാരണം ആസ് എ ഗേൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടി പ്രോഡക്റ്റ്സ് കൂടുതൽ കൊണ്ടുപോകണം. ഇപ്പോൾ സ്കിൻ കെയർ ആയാലും ശരി, മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണെങ്കിലും ശരി. ഇപ്പോൾ നമ്മുടെ ഡെയിലി നമുക്ക് വേണ്ട, ഇപ്പോൾ പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് പാഡ് വേണം, അതുപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. നമുക്ക് ഇന്നോവേഴ്സ് എന്തായാലും എക്സ്ട്രാ വേണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ എന്തായാലും അത്യാവശ്യം എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടും. അപ്പോൾ വീട്ടിലുള്ളപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങണതിൻ്റെ കൂട്ടത്തിലാണല്ലോ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുക. പക്ഷേ ഇത് എക്സ്ട്രാ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതാണ്. ഞാൻ അവിടെ 10 മാസമാണ് പഠിക്കാൻ പോകുന്നതെങ്കിലും അത്രയും 10 മാസത്തിനുള്ളത് എന്തായാലും നമ്മൾ വാങ്ങിയിട്ടില്ല. എന്നാലും നമ്മൾ പോകുമ്പോൾ എന്തായാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും പോവുക. പിന്നെ നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്യായിരിക്കും ചെയ്യുക. അപ്പോൾ അവിടെ പോയി എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ ഇവിടുന്ന് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനി ബക്കറ്റ്, പില്ലോ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, കപ്പ്, അങ്ങനത്തെ കുറച്ച് കുട്ടി സാധനങ്ങൾ എനിക്ക് അവിടെ നിന്നാണ് ഇനി വാങ്ങാൻ പറ്റുള്ളൂ. അതൊന്നും ഏന്തി പിടിച്ച് കൊണ്ടുപോകാനുള്ള, ട്രെയിനിലാണ് ഞാൻ ഓൾറെഡി പോവുക. അപ്പോൾ അതൊന്നും ഏന്തി പിടിച്ച് കൊണ്ടുപോകാനുള്ള ആരോഗ്യം എനിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഇനി പാക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.